നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേസിൽപ്പെട്ടതോ കുറ്റാരോപിതർ ആയവരുടേതോ ആയ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നത് വിലക്കി സുപ്രീം കോടതി. അങ്ങനെ ഒരു കാരണം പറഞ്ഞ് വീട് ഇടിച്ചു നിരത്താനാകില്ലെന്നും സുപ്രീം കോടതി പറയുന്നു. വീടുകൾ പൊളിക്കുന്നതിന് കർശന മാനദണ്ഡങ്ങളും കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോടതിയുടെ റോൾ സർക്കാർ ഏറ്റെടുക്കേണ്ടെന്നും ഇത് ലംഘിക്കുന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം ചിലവിൽ കെട്ടിടം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും കോടതി പ്രസ്താവിച്ചിരിക്കുകയാണ്. മറുപടി നൽകുവാൻ 15 ദിവസത്തെ സാവകാശം നൽകി മുൻകൂർ നോട്ടീസ് നൽകി മാത്രമേ ആരുടെ കെട്ടിടവും ഇടിച്ചു നിരത്താനാവുകയുള്ളൂ. ഇത് ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇനി പിഴ ചുമത്തും. അവർ സ്വന്തം ചിലവിൽ കെട്ടിടം പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്യണം. കുറ്റാരോപിതരെ കുറ്റക്കാർ എന്ന് വിധി എഴുതുവാനാകില്ല. ഒരാൾ ചെയ്ത കുറ്റത്തിന് അയാളുടെ വീട് ഇടിച്ചു നിരത്തുന്നത് ആ കുടുംബത്തിനെ മൊത്തം ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. ബുൾഡോസർ നീതി നടപ്പിലാക്കുമ്പോൾ അത് നിയമമല്ല, മറിച്ച് കയ്യൂക്കാണ്. ഇത്തരം നടപടികൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഉത്തരവ് സർക്കാരുകൾക്കും ഹൈക്കോടതികൾക്കും കൈമാറുവാൻ മജിസ്ട്രേറ്റ് കോടതികൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാർ സർക്കുലർ അയക്കുവാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. മുൻകൂട്ടി അറിയിക്കാതെ ഒരു കെട്ടിടവും പൊളിക്കരുതെന്നാണ് രാജ്യവ്യാപകമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. സമ്പൂർണ്ണ നീതി നടപ്പാക്കാൻ സുപ്രീം കോടതികൾക്ക് സവിശേഷ അധികാരം നൽകുന്ന ഭരണഘടനയുടെ 142 അനുച്ഛേദം ഉപയോഗിച്ചാണ് ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിന്റെ ഈ നടപടി. ഇത് ലംഘിക്കുന്നവർ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരും. എന്നാൽ റോഡ്, റെയിൽവേ, നടപ്പാത തുടങ്ങിയ പൊതുസ്ഥലങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനോ ഏതെങ്കിലും കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള പൊളിക്കലുകൾക്ക് ഈ വിധി ബാധകമല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റാരോപിതരായ വ്യക്തിക്കുള്ള ശിക്ഷയായി ഒരു കുടുംബത്തിന്റെ അഭയകേന്ദ്രം ഇല്ലാതാക്കുവാൻ പാടില്ല. ഒറ്റ രാത്രി കൊണ്ട് സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും തെരുവിലാകുന്നത് അത്ര സന്തോഷം നൽകുന്ന കാര്യമല്ല. ഇത് കനത്ത തിരിച്ചടിയാകുന്നത് UPയിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനാണ്. കുറ്റവാളികൾക്കും മാഫിയകൾക്കുമെതിരെ കർശന നടപടിയെന്ന തരത്തിൽ അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുക എന്ന നടപടിയാണ് ആദിത്യനാഥിന്റെ പ്രത്യേകത. 2017 മുതലാണ് ഇത്തരം ബുൾഡോസർ ഇടിച്ചു നിരത്തലുകളുടെ വാർത്തകൾ വന്നു തുടങ്ങിയത്. സ്ത്രീകൾക്കും ദുർബലർക്കുമെതിരെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ സ്വത്തുവകകൾ ഇടിച്ചു നിരത്തുമെന്ന് 2017 യോഗി മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് വീടുകൾ ഇടിച്ചു നിരത്തി തുടങ്ങി. ഇത് പുറം ലോകത്ത് കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പക്ഷേ UPയിൽ യോഗിക്ക് രക്ഷക പരിവേഷമാണ് ലഭിച്ചത്. 2022 തിരഞ്ഞെടുപ്പ് സമയത്തും ബുൾഡോസർ രാഷ്ട്രീയം പ്രധാന പ്രചരണ വിഷയമായിരുന്നു. ഭൂമാഫിയയുടെ കയ്യിലായിരുന്ന 67,000 ഏക്കർ സർക്കാർ ഭൂമി ഇടിച്ചു നിരത്തി തിരിച്ചെടുക്കുമെന്നും യോഗി വാഗ്ദാനം ചെയ്തിരുന്നു. പിന്നീട് മധ്യപ്രദേശിലും ഗുജറാത്തിലും ബുൾഡോസർ പ്രയോഗങ്ങൾ അരങ്ങേറി. പ്രധാനമായും മുസ്ലിം വിഭാഗങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയുമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. പിന്നീട് സന്നദ്ധ സംഘടനകളും രംഗത്ത് വന്നു. അവസാനം വിഷയം കോടതി കയറുകയും ചെയ്തു. ഇനി കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്: 1. പൊളിക്കുവാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചാൽ കെട്ടിട ഉടമയ്ക്ക് അപ്പീൽ നൽകുവാനുള്ള സമയം അനുവദിക്കണം. 2. കെട്ടിടം പൊളിക്കുന്നതിന്റെ നോട്ടീസ് രജിസ്ട്രേഡ് തപാലായി അയച്ച് കെട്ടിടത്തിന്റെ മുന്നിൽ 15 ദിവസം മുൻപേ പതിക്കണം. എന്ത് നിയമലംഘനമാണെന്നും ഏത് ഉദ്യോഗസ്ഥനെ സമീപിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കണം. മറുപടി നൽകേണ്ട രേഖകളുടെ ലിസ്റ്റും ഈ നോട്ടീസിനൊപ്പം നൽകണം. നോട്ടീസ് നൽകിയ ഉടൻ അതിന്റെ ഇമെയിൽ സന്ദേശവും നൽകണം. കളക്ടർമാർ ഇതിനായി നോഡൽ ഓഫീസർമാരെ നിയമിക്കണം. ഇതോടെ തീയതി മാറ്റി ഉത്തരവ് നടപ്പിലാക്കുന്നത് ഒഴിവാകും. 3 മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പോർട്ടൽ സജ്ജമാക്കി അതിൽ എല്ലാ വിശദാംശങ്ങളും ലഭ്യമാക്കണം. ബാധിക്കുന്ന വ്യക്തിക്ക് അവരുടെ ഭാഗം വിശദമാക്കുവാനുള്ള അവസരവും അതെല്ലാം മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും വേണം. നിർമ്മാണങ്ങൾ നിയമവിധേയമാക്കുവാനുള്ള സാധ്യതകളെല്ലാം വ്യക്തമാക്കണം. ഭാഗിക കയ്യേറ്റങ്ങൾക്ക് പൂർണ്ണമായ പൊളിച്ചുമാറ്റങ്ങൾ ഒഴിവാക്കണം. ഉടമയ്ക്ക് കെട്ടിടം സ്വയം പൊളിക്കുവാനുള്ള 15 ദിവസം അനുവദിക്കണം. പൊളിക്കുന്നതിന് മുൻപ് 2 സാക്ഷികൾ ഒപ്പിട്ട വിശദ പരിശോധനാ റിപ്പോർട്ടും തയ്യാറാക്കണം. പൊളിച്ചുമാറ്റൽ നടപടികൾ വീഡിയോ റെക്കോർഡ് ചെയ്യണം. ഇതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് മുനിസിപ്പൽ കമ്മീഷണർക്ക് നൽകുകയും വേണം. ഇവയെല്ലാം ഡിജിറ്റൽ പോർട്ടലിൽ ലഭ്യമാക്കുകയും വേണം. ഇത്രയുമാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളുടെ ചുരുക്കം. സുപ്രീം കോടതിയുടെ ഈ വിധി വളരെ നിർണായകമാണ്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ താമസിയാതെ രാജ്യമെമ്പാടും വ്യാപിക്കുന്നത് അധികാര ദുർവിനിയോഗത്തിനും അനീതിക്കും ഇടയാക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.